വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നബിദിന സംഭാഷണം. വിഷയം കുട്ടികളിലെ ഫോൺ ഉപയോഗം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എങ്ങോട്ടാണ് ഈ യാത്ര? അതോ നാളെ മൂത്താപ്പയുടെ മകളുടെ കല്യാണമല്ലേ, അവിടം വരെ ഒന്ന് പോകുവാടോ? ഓ ശരിയാണല്ലോ, ഞങ്ങളും നാളെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നിന്റെ മൂത്താപ്പയും മൂത്തമ്മയും വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചിരുന്നു. ആഹാ സൂപ്പർ, നാളെ നമുക്ക് എൻജോയ് ചെയ്യാട്ടോ. പിന്നല്ലാതെ. ആഫിയ, നീ മദ്രസയിലെ ഒരു കുട്ടിയുടെ വിശേഷം വല്ലതും അറിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ആബ്സെന്റ് ആയിരുന്നു. ഒന്നും പറയണ്ട, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കണ്ണ് ഇൻഫെക്ഷനായി ആകെ പ്രശ്നമായിരുന്നു. യാ അല്ലാഹ്, എന്താ കാരണം ഫിസ? മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം. 2 കണ്ണുകളും തടിച്ചു വീർത്ത് വേദന കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് അവൻ സഹിച്ചത്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ എത്ര കൂടുതലായിരുന്നിരിക്കും അവന്റെ ഫോൺ ഉപയോഗം? അതെ, അധിക സമയവും ഫോണിൽ തന്നെയായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൊബൈൽ ഗെയിമിന് അഡിക്റ്റ് ആയിരുന്നു ആ കുട്ടി. ഇപ്പോഴത്തെ കുട്ടികളിൽ അധികവും മൊബൈലിലാണ് കളി. അതേ ആഫിയ, കൂട്ടുകാരുമായി ഓൺലൈൻ വഴി മൊബൈൽ ഗെയിം കളിക്കുന്ന തിരക്കിലാണ് അധികം കുട്ടികളും. ഇതുമൂലം പഠന സമയവും ഇബാദത്തും നഷ്ടമാവുകയും ചെയ്യുന്നു. സ്വന്തമായി മൊബൈൽ ഫോണുള്ള കുട്ടികളും ഇന്ന് ഏറെയുണ്ട്. അതിൽ മാസം തോറും നെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കാൻ രക്ഷിതാക്കളും. നേരത്തെ പറഞ്ഞ കുട്ടിക്ക് 9 വയസ്സ് മാത്രമാണ് പ്രായം. നോക്കിയയുടെ വില കൂടിയ ആൻഡ്രോയിഡ് ഫോണാണ് കൂട്ടിനുള്ളത്. ഓൺലൈൻ വഴി കളിക്കാൻ നിരവധി സുഹൃത്തുക്കളും അവനിക്കുണ്ട്. രക്ഷിതാക്കളുടെ ശ്രദ്ധയും കരുതലും ലഭിക്കാത്തതാണ് മക്കൾ വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണം. സർവ സ്വാതന്ത്ര്യവും നൽകുക വഴി തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പെട്ടുപോവുകയാണ് കുരുന്നുകൾ. ശരിയാണ് ആഫിയ, മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതാണ് സ്നേഹം എന്ന് ഇവർ വിചാരിക്കുന്നു. വേണ്ടത് ഏത് വേണ്ടാത്തത് ഏത് എന്ന് പോലും ചിന്തിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒടുവിൽ ചെന്നെത്തുന്നതോ വലിയ അപകടത്തിലേക്കും. മൊബൈൽ ഫോണിന്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ദൂഷ്യവശങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് രക്ഷിതാക്കളെങ്കിലും സന്താനങ്ങളുടെ നിർബന്ധങ്ങൾക്ക് വഴി പോകുന്നുവെന്ന സത്യവും മറച്ചു വെക്കാൻ കഴിയില്ല. അതെ, വളരെ ശരിയാണ്. കുഞ്ഞുനാൾ മുതലേ മൊബൈൽ സംഗീതം കേട്ടും കഥകൾ കണ്ടും വളരുന്ന മക്കൾ ഫോണുമായുള്ള ആത്മബന്ധം അവരറിയാതെ തന്നെ ഉടലെടുക്കുന്നുവെന്ന യാഥാർത്ഥ്യവും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുഞ്ഞൊന്ന് കരയുമ്പോഴേക്കും മൊബൈൽ കൊടുത്ത് കരച്ചിലടക്കുന്ന മാതാപിതാക്കൾ ഈ ശീലം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ ഫോൺ എന്ന ലഹരിയിൽ നിന്ന് സന്താനങ്ങൾ മുക്തരാവുകയുള്ളൂ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിനും കായിക ശേഷി പരിപോഷണത്തിനും നിരവധി മാർഗങ്ങളും കളികളും ഉണ്ടെന്നിരിക്കെ മൊബൈൽ ഫോണിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉപയോഗം മക്കളെ രോഗികളാക്കി മാറ്റുവാൻ മാത്രമേ ഉപകരിക്കൂ. അത് മാത്രമല്ല ഫിസ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളിൽ പലരും ഇന്ന് തീരെ പിന്നോക്കം പോകുന്നത് നിത്യസംഭവമാണ്. കൂടാതെ ആരാധന കർമ്മങ്ങളിലോ ദിക്ർ ദുആകളിലോ തീരെ ശ്രദ്ധയുമില്ല. സമൂഹം നേരിടുന്ന വലിയ വിപത്തിലേക്കാണ് മൊബൈലും ടാബും എല്ലാം കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായും കണ്ണിന് മാത്രമല്ലല്ലോ, തലച്ചോറിനും മറ്റ് അവയവങ്ങൾക്കും കാര്യമായ തകരാറ് ഇതുമൂലം സംഭവിക്കുന്നു. അനാവശ്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിലേക്കും വഴുതി പോകുവാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തന്റെ മക്കളെ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് കരുതുന്ന രക്ഷിതാക്കൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരുന്നതും നിയന്ത്രണങ്ങൾ പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? നിന്റെ മനസ്സിൽ എന്തെങ്കിലും മാർഗം തോന്നുന്നുണ്ടോ? ബോധവൽക്കരണം തന്നെ. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് ക്ലാസുകൾ നൽകുക. മാഷാ അല്ലാഹ്, നല്ലൊരു ആശയമാണ്. നാളെ മദ്രസയിൽ വരുമ്പോൾ ഉസ്താദുമാരുമായൊന്ന് ആലോചിക്കാം. തീർച്ചയായും അവർക്കെന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞേക്കും. അതെ, അങ്ങനെയെങ്കിൽ സുന്നി ബാലവേദിയുടെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്.
അൽഹംദുലില്ലാ, വളരെ നന്നായിരിക്കും. നാഥൻ തൗഫീക്ക് തട്ടേന്. ആമീൻ. എന്നാൽ നമുക്ക് നാളെ കാണാം. ഞാൻ ചെല്ലട്ടെ എങ്കിൽ. ശരി ആഫിയ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നബിദിന സംഭാഷണം 2. വിഷയം സീരിയലുകളിലെ വിപത്ത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ല ആമിനയോ, എന്താ ഈ വഴിയൊക്കെ? വാ, കയറിയിരിക്കി. ഇന്ന് അവധിയല്ലേ, വീട്ടിലിരുന്ന് വിശന്നപ്പോ നിന്റെ വീട് വരെ ഒന്ന് വരാമെന്ന് കരുതി. ആഹാ, സന്തോഷം. കാര്യമായ പത്രവായനയിലായിരുന്നു തോന്നുന്നല്ലോ. എന്തൊക്കെയാ വാർത്തകള്? എന്ത് പറയാൻ, പത്രം തുറന്നാൽ ഞെട്ടിക്കുന്ന വാർത്തകൾ മാത്രമല്ലേ ഇപ്പോഴുള്ളൂ. ദേ നോക്ക്, ആദ്യ പേജ് തന്നെ കൊലപാതക ന്യൂസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതും വായിച്ചിട്ടാ രാവിലെ ഞാനും വരുന്നത്. 6 പേരെ വകവരുത്തിയ സ്ത്രീയുടെ വാർത്ത ഇന്ന് ഏറെ ചർച്ചയാണ്. അതെ അതെ, എത്ര ക്രൂരമായ കൊലപാതകമാണല്ലേ. പിഞ്ചു കുഞ്ഞുൾപ്പെടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് 6 പേരെയാണ് ആ സ്ത്രീ ഇല്ലാതാക്കിയത്, അതും സ്വത്തിന് വേണ്ടി. എത്ര പൈശാചികമായിരിക്കും ഇവരുടെയൊക്കെ മനസ്സ്. വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീതിയാണ് അനുഭവപ്പെടുന്നത്. മാതൃത്വത്തിന്റെ കരുതൽ നൽകേണ്ട ഈ പ്രായത്തിൽ സ്ത്രീകൾ കൊടും ക്രിമിനലുകളാകുന്നത് ഏറെ ആശങ്കാജനകമാണ്. എന്തൊരു കാലമാണിത് റബ്ബേ. ആമീന, ഒരു കാര്യം അറിയുമോ? ഇത്തരം കൊലപാതക പരമ്പരകൾ നടത്തുന്നവരെ സീരിയൽ കില്ലറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സീരിയൽ കില്ലറോ? എന്താ അത്? സിനിമകൾ, നോവലുകൾ, സീരിയലുകൾ, മറ്റ് സമാന സംഭവങ്ങൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിക്രൂരമായ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ത്രീയും അത്തരം ചില സ്വാധീനത്തിൽ ആകൃഷ്ടയായിട്ടുണ്ടാകണം അല്ലേ? എന്താ സംശയം, ഉറപ്പല്ലേ? സീരിയലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിന്റെ ആശയങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എന്താ ആമിന, പറയൂ. സത്യത്തിൽ ചതിയും വഞ്ചനയും അസൂയയും നിറഞ്ഞ കഥകളാണല്ലോ സീരിയലുകളിലൂടെ അവതരിപ്പിക്കുന്നത്. ഇത് കാണുന്ന ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് നന്മയുടെ മാർഗമുണ്ടാകുന്നത്? അതെ, അത് തന്നെയാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം. കുടുംബകലഹവും ഏഷണിയും തമ്മിൽ തല്ലും ഇല്ലാത്ത ഒരു സീരിയലുകൾ പോലും കാണാൻ കഴിയില്ലല്ലോ. ശരിയാണ്, അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ കലഹം, നാത്തുന്മാർ തമ്മിൽ പോര്, അയൽക്കാർ തമ്മിൽ വഴക്ക്. ഇതൊക്കെയല്ലേ സീരിയലുകളിലൂടെ നമ്മുടെ സ്ത്രീ സമൂഹം കണ്ടു ശീലിക്കുന്നത്. തീർച്ചയായും നല്ല ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ ഇത്തരം പാതിരാ പരമ്പരകൾ കൊണ്ട് കഴിയൂ. എന്നാൽ ഇതൊക്കെ ആരോട് പറയാനാണ് സുഹൃത്തെ? പ്രായമായ വല്യമ്മമാർ വരെ ഒരു കയ്യിൽ തസ്ബീഹും മറു കയ്യിൽ റിമോട്ടുമായിരിക്കുന്ന കാലമാണിത്. അതും നേരാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഒരു തരം അഡീഷൻ ആയിരിക്കുകയാണ് ഈ TV ഷോകൾ മാറിയിരിക്കുന്നു. സ്ത്രീകളുടെ കുത്തകയായിരുന്ന പരമ്പരകൾ ഇന്ന് കുടുംബസമേതം കാണുന്നതിലേക്കും മാറിയിട്ടുണ്ട്. ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നാം തന്നെ വിചാരിക്കുക. എങ്ങനെയാണ്? സന്ധ്യാസമയമാണല്ലോ സീരിയലുകൾ ആരംഭിക്കുന്നത്. മദ്രസ വിദ്യാർത്ഥിനികളായ നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ TV പരമ്പരകൾ പടിക്ക് പുറത്തു കളയാൻ പറ്റും. എങ്ങനെയെന്ന് പറയൂ. ഖുർആൻ പാരായണം, മൗലൂദ് പാരായണം, ദിക്ർ, സ്വലാത്ത്, ദുആ എന്നിവ കൊണ്ട് ഗൃഹാന്തരീക്ഷം സജീവമാക്കുക. ശേഷം പഠനത്തിലേക്ക് തിരിയുക. എന്താ, കഴിയില്ലേ? ഇതൊക്കെയാകുമ്പോൾ ആ സമയത്ത് ടെലിവിഷൻ കാണൽ ഒഴിവാക്കാൻ വീട്ടുകാർ നിർബന്ധിതരാകും. അതെ, എന്നാൽ അതോടൊപ്പം വിശ്വാസികളായ നാം പുലർത്തേണ്ട മര്യാദകളെ പറ്റിയും ഒഴിവാക്കേണ്ടവയെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളൂ. തീർച്ചയായും അത് അവരിൽ വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമായേക്കാം. എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആദ്യ ശ്രമങ്ങൾ ആരംഭിക്കാം, ഇൻഷാ അല്ലാഹ്. ഇത് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നേരം വൈകിയെന്ന് തോന്നുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.